ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ SSC സീരിയലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ SSC സീരിയലിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 21/5/2026 മുതൽ 22/6/2026 വരെയാണ് നമ്മുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ SSCയുടെ തന്നെ കുറച്ചൊന്ന് ഉയർന്ന പോസ്റ്റ്, CGL തന്നെ വരുന്ന ഒരു ഉയർന്ന 2 പോസ്റ്റുകളെ പറ്റി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ SSC തന്നെ പേ ലെവൽ 8 വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പ് ബി ഗസറ്റഡ് റാങ്കിലേക്കുള്ള ഒരു എക്സാമാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. അപ്പോൾ അതിൽ സെൻട്രൽ കാഡറയുണ്ട്, അതുപോലെ സ്റ്റേറ്റ് കാഡറയുണ്ട്. ദെൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ സ്റ്റേറ്റ് കാഡറിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റിയ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സാമാണ് ഈ പറയുന്ന ഏതാ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ. കാരണം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ ഒരു എക്സാമിൽ തന്നെ നിങ്ങൾ ഗസറ്റഡ് റാങ്കിലേക്ക് പോവുകയാണ്. അതുപോലെ നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 47,600 മുതൽ 1,51,100 വരെ നമുക്കുള്ള സാലറി പാക്കേജ് പോകുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ഈ പറയുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു എക്സാം. അപ്പോൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ ഈ പറയുന്ന എക്സാമിലേക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങൾ വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആയ എല്ലാവർക്കും ഈ പറയുന്ന എക്സാം അപ്ലൈ ചെയ്യാം. OBCക്കും ബാക്കിയുള്ളവർക്കും അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് ബാക്കി നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. ദെൻ നമ്മുടെ ഈ എക്സാമിൽ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ഒരു പേപ്പർ 3 എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. സാധാരണ നമ്മുടെ ഡിഗ്രി എക്സാം പോലെ തന്നെയാണ്, സാധാരണ CGL എക്സാമിൻ്റെ തന്നെയാണ്. പക്ഷേ അതിൽ പേപ്പർ 3 വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു എക്സാം കൂടെ വരുന്നുണ്ട്. ദെൻ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു എക്സാമും കൂടെ വരുന്നുണ്ട്. മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്സിനായിരിക്കും ഉണ്ടാവുക. 2 hours ആയിരിക്കും നമ്മുടെ പേപ്പറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതുപോലെ ഒരു പേപ്പർ 2 ഉണ്ടായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ്. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത് നമുക്ക് ഈ പറയുന്ന എക്സാമിനില്ല, വേറെ എക്സാമിനുള്ള ഒരു പേപ്പർ 2 ആണ്. നമുക്ക് ഈ എക്സാമിന് ഏത് മാത്രമേ വരുന്നുള്ളൂ, പേപ്പർ 3 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മാത്രം, ഇത് ട്രൈ ചെയ്യുന്നവർ ആ പറയുന്ന എക്സാം മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, SSCക്ക് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഇന്ന് തന്നെ ഉടനെ പോയി അപ്ലൈ ചെയ്യുക. നമ്മുടെ ഗസറ്റ് റാങ്കിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് നമുക്ക് നമ്മളെ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ദോസ് പഠിച്ചു തുടങ്ങുക. ഗുഡ് ബൈ.